ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല ദർശനം നടത്തി. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ദർശനം നടത്തിയത്. ഇന്നലെ കെട്ടുനിറച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രിയോടെ ശബരിമല സന്നിധാനത്തെത്തിയിരുന്നു. രഹസ്യമായായിരുന്നു സന്ദർശനം. വലിയ വിവാദത്തിനിടെ രഹസ്യമായി നിയമസഭയിലെത്തിയ രാഹുൽ തുടർന്ന് മണ്ഡലത്തിൽ സജീവമാകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് മുന്നോടിയായാണ് സന്ദർശനം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, രാഹുലിൻ്റെ രഹസ്യ സന്ദർശനം പക്ഷേ നമ്മൾ പരസ്യമാക്കുന്നു. വിവരങ്ങൾ മിഥുൻ, കേൾക്കാമെങ്കിൽ. രഹസ്യ സന്ദർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. ജനം TV-യിലൂടെ അത് പരസ്യമാകുന്നു. വിവരങ്ങൾ വളരെ അതീവ രഹസ്യമായി ആരെയും അറിയിക്കാതെ ശബരിമല സന്നിധാനത്തെത്തിയത് 5 മണിയോടെ കൂടി നട തുറന്ന് ദർശനം നടത്തുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രി തന്നെ കെട്ടുമുറുക്കി ശബരിമല കയറി തുടങ്ങിയിരുന്നു. അർദ്ധരാത്രിയോടെ സന്നിധാനത്തെത്തുകയും ചെയ്തു. കൂടെ മറ്റു 2 പേരുകൾ കൂടി ഉണ്ടായിരുന്നു. 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. ഇവിടേക്ക് മറ്റ് സാധാരണ രീതിയിൽ ദർശനം നടത്തുമ്പോൾ MLA ആണ് ദർശനം നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പരിഗണനകളും അതുപോലെ തന്നെ ദേവസ്വം അധികൃതരെ അറിയിച്ചുകൊണ്ടുള്ള ചില നടപടികളെല്ലാം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത്തരം നടപടികളൊന്നുമില്ലാതെ ആരും അറിയാതെ ദർശനം നടത്തി മടങ്ങി പോകാനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത്. പക്ഷേ നമ്മൾ രാവിലെ നട തുറന്ന സമയം തന്നെ അവർ ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തുന്നത് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്കും സമാനമായി തന്നെ രഹസ്യമായി എത്തുകയാണ് ഉണ്ടായത്. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിയമസഭയിൽ എത്തില്ലെന്നടക്കമുള്ള വാദങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സഭയിലെത്തുകയും ആ സഭയിൽ ഇരിപ്പിടം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് പുറത്തിറക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വൈകാതെ തന്നെ തുടർന്ന് മണ്ഡലത്തിൽ സജീവമാകുമെന്നുള്ള വിവരമാണ് ഇയാളുമായി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. ഒരുപക്ഷെ അതിനു മുന്നോടിയായിട്ടാണ് ഈ ശബരിമല ദർശനം എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഏതായാലും ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിയിരിക്കുകയാണ്. അത്രമാത്രമാണ് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇതൊരു വീണ്ടും ഒരു സജീവമാകുന്നതിൻ്റെ ഭാഗമായി ഒരു ക്ഷേത്ര ദർശനം നടത്തിക്കളയാമെന്നുള്ള ഒരു നീക്കമാണ് ഇതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ശബരിമല ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. അതീവ രഹസ്യമായിട്ടായിരുന്നു ദർശനം ഉണ്ടായിരുന്നത്. ഇന്ന് നട തുറന്നതിന് ശേഷമുള്ള 2ാം ദിവസമാണ്. മീനമാസ പൂജകൾക്കായി കഴിഞ്ഞ ദിവസം നട തുറക്കുകയും ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തു. നട തുറന്ന് 3ാം ദിവസത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇനി 21-ാം തീയതി വരെയാണ് ശബരിമല നട തുറന്നുള്ള മറ്റ് പൂജകളും എല്ലാം തുടരുക. അതിനുശേഷം ആഗോള അയ്യപ്പ ഭക്തസംഗമം അടക്കം നടക്കാനിരിക്കുന്നുണ്ട്. 19, 20 തീയതികളിൽ ഇതിൻ്റെ ഭാഗമായി ശബരിമലയിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഭക്തരുടെ എണ്ണം കുറച്ചുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് അതുപോലെ തന്നെ വെർച്വൽ ക്യൂ എല്ലാം 10,000-ൽ മാത്രം നിജപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ശബരിമല സന്നിധാനം സാധാരണഗതിയിൽ പൂജകളുമായി മുന്നോട്ട് പോകുന്നു. താരതമ്യേന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചെറിയ മഴയെല്ലാം ഇടയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ രാഹുൽ രഹസ്യമായി നടന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിൽ സജീവമാകണം എന്ന ആഗ്രഹത്തിലാണ്. അതിന് മുന്നോടിയായിട്ടാവണം സന്നിധാനത്തെത്തി രഹസ്യമായി അയ്യനെ തൊഴുതു മടങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ ജനം TV ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.